എന്തായാലും രക്ഷപ്പെട്ടു. നിധി പോയി കിട്ടി. ഈ അവസരം കൃത്യമായിട്ടും പ്രയോജനപ്പെടുത്തണം. നിർമ്മലയെ നേഴ്സ് ഇപ്പൊ കൊണ്ടുപോയി റൂമിലാക്കും. അവിടെ നിർമ്മല തനിച്ചാവുമ്പോ ഇരു ചെവി അറിയാതെ അവളെ അവിടെ നിന്ന് പൊക്കിക്കോണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം സാർ. നിന്റെ കൂടെയുള്ളവരെ കൂടെ വിളിച്ചോ. അതിന്റെ ഒന്നും ആവശ്യമില്ല സാർ. ഏത് റൂമിലേക്ക് കൊണ്ടുവന്നു നോക്കാം. വാ. നിർമ്മലാമ്മേ, കുറച്ചേറെ ഈ റൂമിൽ ഇരിക്കട്ടോ. നിധി മാഡം വന്ന് ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയിക്കോളും. മെഡിസിൻ എടുത്തതിന്റെ കുറച്ച് മയക്കം കാണും. ഉറക്കം വരുവാണെങ്കിൽ വീൽ ചെയറിൽ ഇരുന്നതിന് മയങ്ങിക്കോളൂ. പിന്നെ എഴുന്നേക്കൊന്നും ചെയ്തേക്കല്ലേ. സാറേ, അകത്തേക്ക് കയറിയല്ലോ. ഇപ്പോ നിർമ്മല തനിച്ചാ ഉള്ളത്. അവരുടെ ശബ്ദം പുറത്ത് കേൾക്കാത്ത വിധം വായിൽ തുണിയെ എന്തെങ്കിലും തിരിയിക്കോ. എന്നിട്ട് ക്വിക്കായിട്ട് ആളെ പുറത്തെത്തിക്കണം. സഹായത്തിന് ആരെയും വിളിക്കണ്ടല്ലോ. വേണ്ട സാർ, സാറൊന്ന് കൂടെ നിന്നാ മാത്രം മതി. വാ. എന്തോന്നാണോ ഇത്? സാറേ, ഇത് നമ്മളെ പറ്റിച്ചാണല്ലോ. നീ വാ. ഇത് തുറക്കാൻ പറ്റുന്നില്ലല്ലോ. സാർ ഇങ്ങോട്ട് മാറി, ഞാൻ നോക്കാം. സാറേ, ഇത് ആരോ പുറത്തുനിന്ന് ലോക്ക് ചെയ്ത ലക്ഷണമാണ്. മാറിക്ക ഇങ്ങോട്ട്. വാതിൽ തുറക്കാൻ, ഡോറ് തുറക്കാനാ പറഞ്ഞത്. ചവിട്ടി പൊളിക്കണോ? ഓട്ടോയിൽ കയറാം. ചേട്ടാ, വേഗം വണ്ടി വിട. രണ്ടിനെയും രക്ഷപ്പെടാൻ അനുവദിക്കരുത്. വാ. വേഗം വണ്ടി എടുക്കുക സാർ. ചാവി കാണുന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും സാർ? നിധിയാ വിളിക്കുന്നത്. നീ രക്ഷപ്പെടാന്ന് കരുതണ്ട, ഞാൻ നിന്റെ പിന്നാലെ തന്നെയുണ്ട്. എന്റെ പിന്നാലെ വരണമെങ്കിലേ ഏതെങ്കിലും ടാക്സി പിടിക്കേണ്ടി വരുമല്ലോ CKC സാറ്. കാറിന്റെ ചാവി ഇപ്പൊ എന്റെ കയ്യിലായി പോയില്ലേ. കഷ്ടായി പോയല്ലേ. ഇപ്പൊ തന്നെ നിർമ്മലാന്റിയെ പിടിച്ചോണ്ട് പോയി കളയാന്നുള്ള ആവേശത്തില് ആശുപത്രിയിലെത്തി അകത്തേക്ക് ഓടിപ്പോയപ്പോ കാറിന്റെ ചാവി എടുക്കാൻ മറന്നുപോയല്ലേ. നിർമ്മലാന്റിയും കൊണ്ട് ഇറങ്ങി വന്നപ്പോ സാറിന്റെ വണ്ടിയുടെ ഡോറ് വേണ്ട രീതിയിൽ അടഞ്ഞിട്ടില്ലല്ലോ എന്നൊരു ഡൗട്ട് തോന്നി. വെറുതെ ഒന്ന് തുറന്നു നോക്കിയതാ. സാറിന്റെ സമയദോഷമൊന്നല്ലാതെ എന്ത് പറയാനാ. ഇപ്പതേ ചാവി എന്റെ കയ്യിലുമായി. എന്തു പറ്റി സർ? ഉന്നം പിടിച്ച കിളി അമ്പെയ്യും മുൻപേ അങ്ങ് പറന്നു പോയതിന്റെ ഒരു ടെൻഷനില് നാവിറങ്ങിപ്പോയത് വല്ലതുമാണോ? നിധി, അവളെയും കൊണ്ട് രക്ഷപ്പെട്ട് പൊയ്ക്കളയാന്ന് വിചാരിക്കണ്ട. അവളെ എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും ഞാൻ പൊക്കിയിരിക്കും. ഒന്ന് അടങ്ങ് സാറേ. ഇത്തരം തറപ്പണികളൊന്നും സാറിന് വഴങ്ങത്തില്ല. സാറിനെ കൊണ്ട് പറ്റത്തൂല്ല.
നിർമ്മല ആന്റി ഒന്ന് തൊടണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലേണ്ടി വരും മിസ്റ്റർ. ഇനി നിർമ്മല ആന്റിയെ തൊടാൻ പോയിട്ട് നിങ്ങളുടെ കൺവെട്ടത്ത് പോലും ഞാൻ ആന്റിയെ കാണിക്കില്ല CKC. ഏത് നരകത്തിലാണ് നീ അവളെ കൊണ്ട് ഒളിപ്പിക്കാൻ പോകുന്നത്? ഈ CKCയെ വെട്ടിച്ച് ഒരു ലോകത്തേക്ക് നിനക്ക് അവളെ കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരിടവും ഈ മണ്ണിൽ ഇല്ലടി. അതിന് നീ എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും ഈ CKC കണ്ടുപിടിച്ചിരിക്കും. എങ്കിൽ പിന്നെ നിർമ്മല ആന്റിയെ ഞാൻ ഈ പറയുന്ന CKCയുടെ രണ്ടാം ഭാര്യ സാക്ഷാൽ ജ്യോതിർമയിയുടെ കയ്യിൽ തന്നെ കൊണ്ടങ്ങ് ഏൽപ്പിച്ചാലോ? തൽക്കാലം ഞാനത് ചെയ്യുന്നില്ല. പക്ഷെ ഇനിയും നിങ്ങളുടെ ആദ്യ ഭാര്യയായ നിർമ്മല ആന്റിയെ അന്വേഷിച്ചിറങ്ങി തിരിച്ചാൽ CKC അത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കടക്കൽ കോടാലി വെക്കുന്നതിന് തുല്യമായിരിക്കും. എന്നാ വെക്കട്ടെ സാറേ.